നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. LDF ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്തിനെ മാതൃകാ പദ്ധതിയായി കൊരട്ടി ശ്രീ ഫുഡ്സ് നാടിന് സമർപ്പിച്ചു. ഫാസ്ടാഗ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തിരിച്ചറിയാനുള്ള നോ യുവർ വെഹിക്കിൾ രീതിക്കെതിരെ പരാതി ഉയർന്നതിന് പിന്നാലെ നടപടിക്രമം ലളിതമാക്കി ദേശീയപാത അതോറിറ്റി. മേലൂർ നിർമ്മല കോളേജിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 880 രൂപയാണ് കൂടിയത്. സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളം ശനിയാഴ്ച മുതൽ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ സീരീസ് ഏർപ്പെടുത്തുന്നതിനുള്ള കരട് വിജ്ഞാപനമായി. കേസന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ. വാർത്തകൾ വിശദമായി. LDF ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ കെടുകാര്യസ്ഥതയെ തുടർന്ന് ചാലക്കുടിയുടെ വികസന സ്വപ്നങ്ങൾ പിറകോട്ടടുപ്പിച്ചെന്ന് ആരോപിച്ചാണ് MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചത്. സൗത്ത് ജംഗ്ഷനിൽ MLA ഓഫീസിന് സമീപത്ത് വെച്ച് സമരക്കാരെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടത്തിയ കുറ്റവിചാരണ സദസ്സ് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കമ്മിറ്റി അംഗം MV ഗംഗാധരൻ അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ കുറ്റവിചാരണ പത്രം അവതരിപ്പിച്ചു. വിപിനചന്ദ്രൻ, പോളി ഡേവിസ്, യൂജൻ മൊറേലി, ജോസ് പൈനാടത്ത്, സജീവ്, ഷോജൻ D വിധേയത്തിൽ, ജോസ് പൈനാടത്ത് എന്നിവർ പ്രസംഗിച്ചു. പച്ചക്കളവ് 1486 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ താൻ നടത്തിയിരിക്കുന്നു. അത് വ്യാജമായ അവകാശവാദമാണ്. അതാണ് LDFന്റെ ആദ്യത്തെ ആർഗ്യുമെന്റ്. മുൻ MLA സഖാവ് PD ദേവസ്വേട്ടൻ ചാലക്കുടി MLAക്കെതിരായിട്ടുള്ള കുറ്റവിചാരണയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആ കുറ്റവിചാരണയെ സംബന്ധിച്ച് ഇവിടെ ഇതിനകം സംസാരിച്ച സഹോദരൻ CPIഎമ്മിൻ്റെ ചാലക്കുടി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. അതറിയാം. എനിക്ക് തോന്നുന്നത് വളരെ വിശദമായി ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞ് നിലവിൽ ചാലക്കുടി MLAക്ക് എതിരായിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ അത് ഇവിടെ
സത്യസന്ധമായി തന്നെ ശാസ്ത്രീയമായി തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. മാത്രവുമല്ല, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കുറെ കൂടി അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ വരിക ഈ ചാലക്കുടിയിലെ LDFന്റെ നേതാക്കന്മാർക്ക് തന്നെയാണ്. ഞാൻ ഈ ഉദ്ഘാടന പരിപാടിക്ക് എന്നെ ക്ഷണിച്ച അവസരത്തിൽ ഞാൻ അശോകനോട് ആ കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷേ എങ്കിൽ LDFന്റെ എല്ലാ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഇവിടെ ഉണ്ടാകണം എന്ന നിലയിൽ കഴിഞ്ഞ 4-4.5 വർഷക്കാലം MLA എന്ന നിലയിൽ ചാലക്കുടിയിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ, അവരുടെ ജീവിത പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ നേരാമണ്ണം ഇടപെടുന്നതിന് പരാജയപ്പെട്ടിരിക്കുന്നു എന്നതറിയാമോ. ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞു ചാലക്കുടി ഒഴികെ ചാലക്കുടി ലയൺസ് ക്ലബ്ബ് ചാലക്കുടി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ശ്രീകൃഷ്ണ മെഡിക്കൽസുമായി സഹകരിച്ച് നടത്തുന്ന 365 ദിവസത്തേക്കുള്ള സൗജന്യ പ്രമേയ നിർണയ ക്യാമ്പ് ആരംഭിച്ചു. ചാലക്കുടി മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് കോലഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ മുൻ മൾട്ടിപ്പിൾ കൌൺസിൽ ചെയർമാൻ സാജു ആന്റണി പാത്താടൻ മുഖ്യാതിഥിയായിരുന്നു. ക്ലബ്ബ് ട്രഷറർ പീറ്റർ VC, ലയൺസ് സെക്രട്ടറി MJ ജോബി, ലയൺസ് റീജിയണൽ ചെയർപേഴ്സൺ ഹാരി J മാളിയക്കൽ, ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ, ലയൺസ് സോണൽ ചെയർപേഴ്സൺ KK ജോൺസൺ, വാർഡ് കൌൺസിലർമാരായ TD എലിസബത്ത്, VJ ജോജി, ചാലക്കുടി റേഞ്ച് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ രാജു KK എന്നിവർ സംസാരിച്ചു. ഇതിന്റെ ഭാഗമായി നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ വലിയ അപകടങ്ങൾ, മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവാകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തുടർച്ചയായ പ്രമേഹ രോഗനിർണയ ക്യാമ്പ് ഒരു സ്ഥാപനത്തിൽ വെച്ച് സൗജന്യമായി ലയൺസ് ക്ലബ്ബ് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ആ ഒരു വലിയ ഉദ്യമം, നമ്മുടെ നാടിന് വേണ്ടി നടത്തുന്ന ആ വലിയൊരു ഉദ്യമം, അത് നമ്മുടെ സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കൊക്കെ ഏറെ ഗുണപ്രദമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് എല്ലാവർക്കും ഗുണപ്രദമാകട്ടെ. അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട നമ്മുടെ ശ്രീകൃഷ്ണ മെഡിക്കൽസിന്റെ സന്ദീപ് ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഇത്തരമൊരു പ്രവർത്തനം ഒരു സ്ഥാപനത്തിൽ തുടർച്ചയായി നടത്തുക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചില അസൗകര്യങ്ങളൊക്കെ ആ സ്ഥാപനത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമെങ്കിലും ലയൺസ് ക്ലബിനോടും ഈ സമൂഹത്തിനോടും കൂടിയുള്ള ഒരു പ്രതിബദ്ധതയാണ് ഇത്തരമൊരു ഉദ്യമം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക. അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. എനിക്ക് മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ലയൺസ് ക്ലബിന്റെ എല്ലാ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും ഒരു വലിയ ടീമാണ്. ചാലക്കുടിയുടെ മുഖമാണ് ലയൺസ് ക്ലബിന്റെ ഒരു ടീം എന്ന് പറയുന്നത്. അത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ചാലക്കുടിയിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് ഏറെ. കൊരട്ടി പഞ്ചായത്തിനെ മാതൃക പദ്ധതിയായി കൊരട്ടി ശ്രീ ഫുഡ്സ് നാടിന് സമർപ്പിച്ചു. പ്രഭാതത്തിലും സായാഹ്നത്തിലെയും പ്രഭാത ഭക്ഷണ വിഭവങ്ങൾ വില കുറവിലും ഗുണനിലവാരത്തോടെയും ഓർഡർ അനുസരിച്ചും ഔട്ട്ലെറ്റുകൾ വഴിയും എത്തിച്ചു നൽകുക എന്നതാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത്. കൊരട്ടി ശ്രീ ഫുഡ്സ് പദ്ധതിയുടെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് നിർവഹിച്ചു. കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ AV ആൻഡു റിപ്പോർട്ട് അവതരിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KR സുമേഷ്, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ നൈനു റിച്ചു, പഞ്ചായത്ത് അംഗങ്ങളായ ഷിമ സുദീൻ, റെയ്മോൾ ജോസഫ്, PG സത്യപാലൻ, ജിസി പോൾ, ജെയ്നി ജോഷി, ലിജോ ജോസ്, PS സുമേഷ്, പഞ്ചായത്ത് സെക്രട്ടറി KA ശ്രീലത എന്നിവർ പ്രസംഗിച്ചു. ആറ്റപ്പാടം വനിതാ വ്യവസായ കേന്ദ്രത്തിൽ 1650 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടത്തിൽ പൂർണ്ണമായും ആധുനിക മെഷീനറികളുള്ള അടുക്കള, സ്റ്റോർ റൂം, ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. പഞ്ചായത്തിന്റെ 44 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഭക്ഷണ വിഭവങ്ങൾ ഓർഡർ ചെയ്യാൻ കൊരട്ടി IT പാർക്കിന്റെ സഹായത്തോടെ ആപ്പ് സൗകര്യം, വനിതകൾക്ക് 2 വീലറുകൾ എന്നിവ പദ്ധതിയുടെ ഭാഗമായി
ഒരുക്കിയിട്ടുണ്ട്. 50 വനിതകൾക്ക് തൊഴിൽ ലഭിക്കുന്ന വനിതാ സംരംഭ പദ്ധതിയാണ് കൊരട്ടി ശ്രീ ഫുഡ്സ് നടപ്പിലാക്കുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, നേരത്തെ ആപ്പ് വഴി നിശ്ചിത ദൂരത്തിലുള്ളവർക്ക് ആപ്പ് വഴി ഈ പദ്ധതി, ഈ ഉൽപ്പന്നങ്ങൾ, ഈ ചപ്പാത്തി ആയാലും മറ്റു അവർ ഓർഡർ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് ഈ ഭക്ഷണ വസ്തുക്കൾ എത്തിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് എല്ലാ നന്മകളും വിജയങ്ങളും ഈ കൊരട്ടി സീ ഫുഡിന്റെ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ പദ്ധതിക്ക് സൗകര്യങ്ങളുമുള്ള എന്ന് പറഞ്ഞപ്പോൾ 40 ലക്ഷം രൂപ അതിൽ കണക്ക് പറയേണ്ട സ്ഥിതിയാണ്. ഒരു വെയിറ്റിംഗ് ഷെഡ്, അപ്പൊ 10 ലക്ഷത്തിന്റെ വെയിറ്റിംഗ് ഷെഡോ എന്ന് ചോദിക്കും. 10 ലക്ഷം രൂപ പണിയാണ്, 10 വിവിധ നികുതികളായിട്ട് പോകും. 10 ലക്ഷം വിവിധ നികുതികളും ഈ പറയുന്ന രീതിയിൽ 40,000 രൂപ വിവിധ നികുതികളായിട്ട് പോയി കഴിയുക സർക്കാർ സമയമാണ്. നേരെ പോകുന്നത് 12,40,000 ആണ് നിർമ്മാണത്തിന്. എല്ലാ സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സെന്റർ ഇപ്പോൾ മാള ബ്ലോക്കില് നമ്മുടെ തെരുവ് നായ്ക്കളുടെ ഈ മനോഹരമായ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ഇത് എന്തായാലും അതിൻ്റെ അവരുടെ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അത് ഏറ്റവും മഹത്തരമായ രീതിയിൽ അത് പൂർത്തീകരിച്ചു ജനങ്ങൾക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ അധ്യക്ഷത അറിയിച്ചത് 40 അപേക്ഷകളും നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കില്ല. നമ്മൾ കഴിക്കുന്നത് എന്താണ്, വൃത്തിയുണ്ടോ, അതിൻ്റെ ഹൈജീനായ ഒരവസ്ഥ എന്താണ്, അതെവിടെയാണ് ഉണ്ടാക്കുന്നത്, അത് ചവിട്ടിക്കുഴച്ചിട്ടാണോ ഉണ്ടാക്കുന്നത്, അത് കൈതൊടാതെ പരിപൂർണമായി മിഷനറി കൊണ്ടാണോ ഉപയോഗിക്കുന്നത്, അല്ല ഉണ്ടാക്കുന്നത് എന്നൊന്നും അറിയാനുള്ള ഒരു സാധ്യതയും അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ ഏറ്റവും നല്ല ഭക്ഷണം നമ്മുടെ നാട്ടിലെ ഭക്ഷണം വാങ്ങിക്കഴിക്കുന്നവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ ഒരു പൊതു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു സംവിധാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് സർക്കാരിൻ്റെ തന്നെ ഒരു പൊതു നിർദ്ദേശം ഉണ്ടായിരുന്നു. 1000 പേരിൽ 10 വനിതകൾക്കെങ്കിലും തൊഴിൽ കൊടുക്കാവുന്ന സംരംഭം പഞ്ചായത്തുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ വനിതാ വ്യവസായ കേന്ദ്രമുണ്ട്, പഞ്ചായത്തിൻ്റെ ഉടമസ്ഥയിലുള്ളതാണ്. കുറേ വർഷങ്ങളായിട്ട് കാട് മൂടി കിടക്കുന്നൊരു സാഹചര്യം. അപ്പോൾ 2021-22 22-23 23-24 24-25 ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള പണം മാറ്റിവെക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിച്ച് ആധുനിക സംവിധാനത്തിലൂടെ ചപ്പാത്തി യൂണിറ്റ്, ഇഡ്ഡലി പാചകം ചെയ്യാവുന്ന സംവിധാനം, ചോറുണ്ടാക്കാവുന്ന സംവിധാനം, അങ്ങനെ പ്രാതൽ ഭക്ഷണം, ഉച്ചഭക്ഷണം, വൈകിട്ടുള്ള ഭക്ഷണം ഇവിടെ പാചകം ചെയ്ത് കൃത്യമായിട്ട് ഒരു സംരംഭക യൂണിറ്റിലൂടെ ഓർഡർ അനുസരിച്ച് അവിടെ കൃത്യമായി എത്തിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇതിൻ്റെ അടുത്ത ഘട്ട വികസനം തീർച്ചയായിട്ടും നമുക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടാക്കാര്യത്തിൽ അടുത്ത ഘട്ട വികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ ഇൻഫ്രാ പാർക്ക്, നാഷണൽ ഹൈവേ, ഇതിൻ്റെ സമീപ പ്രദേശങ്ങളൊക്കെ ചെറിയ ചെറിയ ഔട്ട്ലെറ്റുകൾ എവിടെയൊക്കെ തുടങ്ങാൻ കഴിയും നമ്മുടെ പഞ്ചായത്തിനകത്ത്, എവിടെ സ്ത്രീകളിലൂടെ വനിതകളിലൂടെ ആ ചെറിയ ഔട്ട്ലെറ്റും സ്ഥാപിച്ച് ഇതിൻ്റെ മറ്റുള്ള വനിതകളിലേക്കും കൂടി ഈ സംരംഭക യൂണിറ്റ് കൂടാതെ കുടുംബശ്രീ പ്രവർത്തകർക്ക് മറ്റുള്ളവർക്കും കൂടുതൽ വരുമാനം കണ്ടെത്താനുള്ള പദ്ധതിയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവും. ആ രീതിയിൽ തന്നെ നമുക്ക് പ്രവർത്തിച്ച് മുൻപോട്ട് പോകാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത വനിതാ വ്യവസായ കേന്ദ്രത്തിൽ വനിതകൾ നടത്തുന്ന ഒരു സംരംഭക യൂണിറ്റാണ്. ഇതിൽ നമ്മൾ വനിതകളെ മാത്രം ഉൾപ്പെടുത്തി അവരുടെ വരുമാനം എന്നൊരു കാഴ്ചപ്പാടും കൂടി ഭരണസമിതിക്കുണ്ട്. പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്യാനുള്ളൊരു സംവിധാനം ബൈലോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് സ്റ്റിയറിംഗ് കമ്മിറ്റി, അതായത് പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ വൈസ് പ്രസിഡന്റ്, ആരോഗ്യം, വികസനം, ക്ഷേമം, ഈ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, പഞ്ചായത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി, കുടുംബശ്രീയുടെ ചെയർപേഴ്സൺ, കുടുംബശ്രീയുടെ തന്നെ MIC യൂണിറ്റ് ഉണ്ട്, അവിടെ സംരംഭക യൂണിറ്റുകളെ അവർക്ക് ആവശ്യമായ സഹായം ചെയ്യുന്ന ആ യൂണിറ്റും അടക്കം ഇതിൻ്റെ ഒരു മോണിറ്ററിംഗ് സമിതി കൃത്യമായിട്ടുണ്ടാകും. ആ മോണിറ്ററിംഗ് സമിതിക്ക് കൃത്യമായിട്ട് അധികാരം നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. കൃത്യമായിട്ട് ഇടപെടാനും കൃത്യമായിട്ട് ഇവിടെ പരിശോധന നടത്താനും ഏതെങ്കിലും വിധത്തിൽ നമുക്ക് ഏതെങ്കിലും നല്ല രീതിയിലല്ല പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇടപെടാനുള്ള അധികാരം കൂടി നമ്മൾ ഈ മോണിറ്ററിംഗ് സമിതിക്ക് ഈ ബൈലോയുടെ ഭാഗമായിട്ട് നമ്മൾ അതും കൂടി കൊടുക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മുന്നോട്ട് പോകിന് ഏറ്റവും ഗുണകരമായിരിക്കുമെന്ന് ഭരണസമിതി തീർച്ചയായിട്ടും വിശ്വസിച്ചിട്ടുള്ളത്. ഫാസ്ടാഗ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തിരിച്ചറിയാനുള്ള നോ യുവർ വെഹിക്കിൾ രീതിക്കെതിരെ പരാതി ഉയർന്നതിനു പിന്നാലെ നടപടിക്രമം ലളിതമാക്കി ദേശീയപാത അതോറിറ്റി.
ഫാസ്ടാഗുകളുടെ ദുരുപയോഗം തടയുന്നതിനായി 2024 ഒക്ടോബർ മുതലാണ് നിർബന്ധിത KYV ആരംഭിച്ചത്. ട്രക്കുകളിൽ കാറിന്റെ ഫാസ്ടാഗ് ഉപയോഗിച്ച സംഭവങ്ങളടക്കം കണക്കിലെടുത്തായിരുന്നു ഈ നീക്കം. കാർ, ജീപ്പ്, വാൻ എന്നിവയുടെ വശങ്ങളിലെ ചിത്രങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്ന വ്യവസ്ഥ ഒഴിവാക്കി. ഇനി മുന്നിൽ നിന്നുള്ള ചിത്രം മാത്രം മതി. KYV പ്രക്രിയ പൂർത്തിയാക്കാൻ ഉടമകൾക്ക് കൂടുതൽ സമയം നൽകും. അതുവരെ ഫാസ്ടാഗ് റദ്ദാക്കില്ല. വാഹന നമ്പർ നൽകിയാലുടൻ RC വിവരങ്ങൾ വാഹൻ പോർട്ടലിൽ നിന്ന് ഇനി ലഭ്യമാക്കും. ഒരു മൊബൈൽ നമ്പറുമായി ഒന്നിലേറെ വാഹനങ്ങൾ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ളത് തെരഞ്ഞെടുക്കാനും കഴിയും. KYV നയം വരുന്നതിന് മുമ്പ് ഇഷ്യൂ ചെയ്ത ഫാസ്ടാഗുകളുടെ സേവനം റദ്ദാക്കില്ല. ഇവയ്ക്കെതിരെ പരാതികൾ ഉയർന്നാൽ മാത്രമേ നടപടിയെടുക്കൂ. കൂടുതൽ സഹായങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ 1033 നൽകിയിട്ടുണ്ട്. മേലൂർ നിർമ്മല കോളേജിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തി. UG 5ാം സെമസ്റ്റർ വിദ്യാർത്ഥികളെ അകാരണമായി സെമസ്റ്റർ പരീക്ഷ എഴുതാൻ അനുവദിക്കാത്തതിലും വിദ്യാർത്ഥികളെ വേട്ടയാടുന്ന കോളേജ് മാനേജ്മെന്റിന്റെ പ്രതികാര നടപടി പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത്. പ്രതിഷേധ മാർച്ച് SFI ജില്ലാ സെക്രട്ടറി അനസ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു. SFI സംസ്ഥാന കമ്മിറ്റി അംഗം ജോത്സ്ന, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഭിജിത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വിൻ, ഏരിയ സെക്രട്ടറി സാംസൺ ആന്റണി, ഏരിയ പ്രസിഡന്റ് ഭവിൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്വാലിഹ് എന്നിവർ നേതൃത്വം നൽകി. പരീക്ഷാ ഫീസ് വാങ്ങിയ ശേഷം വിദ്യാർത്ഥികളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിച്ചില്ലെന്നും പ്രതികാര നടപടിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ ഹാജർ വെട്ടിക്കുറച്ചു എന്നുമാണ് പരാതി. വിവിധ കോഴ്സുകളിലെ 70ഓളം വിദ്യാർത്ഥികൾക്കാണ് പരീക്ഷ എഴുതുന്നതിനായുള്ള അവസരം നഷ്ടപ്പെട്ടത്. ഫീസ് വാങ്ങിയ ശേഷം ഹാജർ വെട്ടിക്കുറയ്ക്കുകയും പരീക്ഷാ ഫീസ് യൂണിവേഴ്സിറ്റിക്ക് കൊടുക്കില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതോടെ കുട്ടികളുടെ പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമായെന്നാണ് ആരോപണം. പോരാട്ടം 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 അവകാശ പോരാട്ടം അവകാശ പോരാട്ടം അവകാശ പോരാട്ടത്തെ പോരാടാൻ തയ്യാറാണ് 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 പ്രസ്ഥാനം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് SFI സിന്ദാബാദ് SFI സിന്ദാബാദ് SFI സിന്ദാബാദ് SFI സിന്ദാബാദ് SFI സിന്ദാബാദ് വിജയം വിജയം ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് SFI സിന്ദാബാദ് SFI സിന്ദാബാദ് റോസാപ്പൂക്കൾ വിരിയുമ്പോൾ ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ് ഇൻക്ലാബ് സിന്ദാബാദ്. സഖാക്കളെ, കുറച്ചധികം ദിവസമായി ഒരു മാനേജ്മെന്റ് ക്യാമ്പ്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്നിവിടെ ഈ മാർച്ചിന് ആധാരമായിട്ടുള്ള കാരണം ഇവിടെ സൂചിപ്പിച്ചു. ഈ ക്യാമ്പസിനകത്ത് ഇന്നലെ കാലിക്കറ്റ് കീഴിലുള്ള ക്യാമ്പസുകളിൽ UG 5ാം സെമസ്റ്ററിന്റെ പരീക്ഷ തുടങ്ങിയിരിക്കുകയാണ്. ആ പരീക്ഷ തുടങ്ങുന്ന ഘട്ടത്തിൽ നമ്മളുടെ ക്യാമ്പസിലെ 100-നടുത്ത് വരുന്ന കുട്ടികളെ പരീക്ഷ എഴുതിക്കില്ല എന്ന ധിക്കാരപൂർവമായ നിലപാട് ഇവിടുത്തെ മാനേജ്മെന്റ് സ്വീകരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് SFI ഇന്നിവിടേക്ക് ഒരു മാർച്ച് സംഘടിപ്പിക്കുന്നത്. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോൾ അതിന്റെ ആദ്യഘട്ടത്തിലെ ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇന്നലെ ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ കണ്ട് SFI പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച ആളുകളല്ല. ഒക്ടോബർ മാസം 16-ാം തീയതിയാണ് ഈ ക്യാമ്പസിലെ വിദ്യാർത്ഥികളുടെ ഏറ്റവും ആദ്യത്തെ അറ്റൻഡൻസിന്റെ ലിസ്റ്റ് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത്. ഒക്ടോബർ മാസം 23-ാം തീയതി രണ്ടാമതൊരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അവിടെ മുതലാണ് ഈ വിഷയങ്ങളുടെ തുടക്കം. ആ തുടക്കം സമയം മുതൽ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട്, സ്റ്റുഡന്റ് ഡീനുമായി ബന്ധപ്പെട്ട്, സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട് ഈ വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയ സംഘടന SFI ആണ്. പക്ഷേ അങ്ങനെയെല്ലാം ശ്രമം നടത്തുമ്പോഴും ധിക്കാരപൂർവമായ നിലപാട് ഇവിടുത്തെ മാനേജ്മെന്റ് തുടരുകയാണ്. വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഖാക്കളെ, തൃശൂർ ജില്ലയിലെ ഒരു ക്യാമ്പ് വിദ്യാർത്ഥികളെ കുറ്റമാണ്, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരോട് പരിഹാസമാണ്. അങ്ങനെ തൃശൂർ ജില്ലയിൽ കാലിക്കറ്റിന് കീഴിലുള്ള 89ഓളം വരുന്ന ക്യാമ്പസിൽ 30ഓളം സ്ഥലങ്ങളിൽ യൂണിയൻ ഭരിക്കുന്ന 35ഓളം വരുന്ന ക്യാമ്പസുകളിൽ സംഘടനാ പ്രവർത്തനം സജീവമായി നടത്തുന്ന SFI എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം തൃശൂർ ജില്ലയിൽ ബാക്കിയാകുന്ന കാലത്തോളം ഞങ്ങളെ, ഇവിടുത്തെ വിദ്യാർത്ഥികളെ പുച്ഛിച്ചുകൊണ്ട് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോവാൻ
ഒരു മാനേജ്മെന്റിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്. ഇന്നലെ അറിഞ്ഞ് ഇന്നോ നാളുകളല്ല ഞങ്ങൾ. കഴിഞ്ഞ അക്കാദമിക് വർഷമാണ് ഇവിടുത്തെ ഫാഷൻ ഡിസൈനിങ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു പെൺകുട്ടിയെ ജാതിപരമായും മറ്റെല്ലാ തരത്തിലും ഒരു കോളേജിലെ അധികൃതർക്ക് അധ്യാപകർക്ക് എങ്ങനെയൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടി കഴിയും. അങ്ങനെയൊക്കെ ചൂഷണം ചെയ്ത് സെമസ്റ്റർ എക്സാം പോലും എഴുതിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തി യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്ത് സിൻഡിക്കേറ്റ് യോഗത്തിൽ സ്പെഷ്യൽ അജണ്ടയായി ആ പെൺകുട്ടിയുടെ വിഷയം ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് വൈസ് ചാൻസലറുടെ പ്രത്യേക ഓർഡർ വാങ്ങിയിട്ടാണ് ആ പെൺകുട്ടിയെ കൊണ്ട് ഈ ക്യാമ്പസ് ഞങ്ങൾ പരീക്ഷ എത്തിച്ചത്. അവിടെ അവസാനിച്ചോ? അവസാനിച്ചില്ല. 2 ആഴ്ച മുമ്പാണ് ഈ ക്യാമ്പസിനകത്തെ 10ഓളം വരുന്ന പെൺകുട്ടികളെ അവർക്ക് സ്വന്തമായി ക്യാമ്പസിന് പുറത്തൊരു PG എടുത്ത് പേയിങ് ഗസ്റ്റായി താമസിച്ച് പഠിക്കാനുള്ള അവകാശം പോലും നിഷേധിച്ച് ചില തിട്ടൂരങ്ങൾ ഇവിടുത്തെ മാനേജ്മെന്റ് ഇറക്കിയത്. SFI യൂണിവേഴ്സിറ്റി തലത്തിൽ ഇടപെട്ടു, ഡീനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഏറ്റവും അവസാനം ഡീനൊക്കെ വിശദീകരണം ചോദിച്ചപ്പോ ഇവിടുത്തെ ചില ആൾക്കാരൊക്കെ മയപ്പെട്ടു. ആ കുട്ടികളൊക്കെ പരീക്ഷ എഴുതുന്നുണ്ട്. മോഹനേട്ടന് ഹാപ്പിയാണ്. ഇനി ഉറങ്ങാം സ്വന്തം മണ്ണിൽ. 4 സെന്റ് ഭൂമിക്ക് പട്ടയം ലഭിച്ചു. നന്ദി. ഇനി ഒന്നും വേണ്ട. നന്ദി. തൃശൂരിൽ നടന്ന സംസ്ഥാന പട്ടയമേളയിൽ പട്ടയം ഏറ്റുവാങ്ങിയ മോഹനൻ പറയുന്ന ഈ വാക്കുകളിൽ അതിജീവനത്തിന്റെ അതിയായ സന്തോഷമാണ്. കൊരട്ടി 4 ഇരിട്ടിച്ചിറ സ്വദേശി ആന്തപ്പള്ളി വീട്ടിൽ ഭിന്നശേഷിക്കാരനായ മോഹനന് നടക്കാനോ ശരിയായി സംസാരിക്കാനോ കഴിയില്ല. മുട്ടിലിഴഞ്ഞ് വേദിയിൽ കയറി പട്ടയം ഏറ്റുവാങ്ങിയ മോഹനൻ പറയാൻ ശ്രമിക്കുന്നത് പട്ടയം നൽകിയ സർക്കാരിനോട് നന്ദിയാണ്. 53 വയസ്സുള്ള മോഹനൻ കൃത്യമായ രേഖകളില്ലാത്ത 4 സെന്റ് ഭൂമിയിലാണ് താമസം. അതിദരിദ്ര പട്ടികയിൽ ഉൾപ്പെടുത്തി ഗ്രാമപഞ്ചായത്തിന്റെ സന്നദ്ധ സംഘടനകളുടെയും ഇടപെടലിന്റെ ഭാഗമായി ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി. ഭിന്നശേഷി സൗഹൃദമായ അടിസ്ഥാന സൗകര്യങ്ങളോടെ വീടും നിർമ്മിച്ചു നൽകി. ഭൂമിയുടെ ശരിയായ രേഖകൾ ഇല്ലാത്തതിനാൽ വീട്ടു നമ്പർ ലഭിക്കുന്നതിനും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തി വൈദ്യുതി, വെള്ളം എന്നിവ സൗജന്യമായി ലഭ്യമാക്കുന്നതിനും എല്ലാം ബുദ്ധിമുട്ടുകൾ നിലനിന്നിരുന്നു. ഭൂമിക്ക് രേഖ ലഭിക്കുന്നതോടെ മോഹനന്റെ ജീവിത ദുരിതങ്ങൾക്ക് വലിയ ശമനമാവുകയാണ്. മോഹനന് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ജെസ്സി പോൾ ഒപ്പമുണ്ട്. സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമാകുമ്പോൾ ആ വിഭാഗങ്ങൾക്ക് ആവശ്യമായ മുഴുവൻ അടിസ്ഥാന സൗകര്യ വികസനവും ഒരുക്കുകയാണ് സർക്കാർ. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ സീരീസ് ഏർപ്പെടുത്തുന്നതിനുള്ള കരട് വിജ്ഞാപനമായി. സർക്കാർ വാഹനങ്ങൾക്ക് KL90 സീരീസിൽ രജിസ്റ്റർ നമ്പർ നൽകാനാണ് നീക്കം. KL90, KL90D സീരീസിലാണ് സംസ്ഥാന സർക്കാർ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുക. മന്ത്രിമാർ, ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥർ, പ്രോട്ടോകോൾ വാഹനങ്ങൾ എന്നിവയ്ക്കായി ചില നമ്പറുകൾ പ്രത്യേകമായി മാറ്റിവെക്കും. സംസ്ഥാന സർക്കാരിന്റെയും വകുപ്പുകളുടെയും വാഹനങ്ങൾക്ക് KL90, അത് കഴിഞ്ഞാൽ KL90D സീരീസിലാണ് രജിസ്ട്രേഷൻ. കേന്ദ്ര സർക്കാർ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും KL90A ശേഷം KL90E രജിസ്ട്രേഷൻ നമ്പറുകൾ നൽകും. KL90B, KL90F രജിസ്ട്രേഷനിലാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുക. അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ, ബോർഡുകൾ, വിവിധ കോർപ്പറേഷനുകൾ, സർവകലാശാലകൾ എന്നിവയ്ക്ക് KL90Cയും ആ സീരീസിലെ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ KL90G സീരീസിലും രജിസ്ട്രേഷൻ നൽകും. KSRTC ബസ്സുകൾക്കുള്ള KL15 സീരീസ് തുടരും. മോട്ടോർ വാഹന വകുപ്പ് ചട്ടം ഭേദഗതി ചെയ്താണ് പുതിയ മാറ്റം നടപ്പിലാക്കുക. മുകളിൽ പറഞ്ഞ വാഹനങ്ങൾ ഏതെങ്കിലും കാരണത്താൽ സ്വകാര്യ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ വിൽക്കുമ്പോൾ നിർബന്ധമായി വാഹന രജിസ്ട്രേഷൻ മാറ്റണമെന്നും നിഷ്കർഷിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് INTUC മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 41ാം ചരമ രക്തസാക്ഷിത്വ വാർഷികവും ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിന്റെയും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നിവരുടെ ജന്മദിനവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പതാക ഉയർത്തൽ, പുഷ്പാർച്ചന, തിരികത്തിക്കൽ, സർവമത പ്രാർത്ഥന, അനുസ്മരണ പ്രഭാഷണം എന്നിവ ഉണ്ടായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെറിയൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോസഫ് തോമസ് അധ്യക്ഷത വഹിച്ചു. സണ്ണി പൈനാടത്ത്, അജിത് വർഗീസ്, ജോസൻ B ആന്റണി, ജോയ് അറക്യ, കേശ് സോമശേഖരൻ പിള്ള, ബൈജു കോളാട്ടുകുളി, സാംസൺ വേലായുധൻ, ME സെബാസ്റ്റ്യൻ, KP സിബി, PV ജോബി എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യ കണ്ടിട്ടുള്ളത് ഏറ്റവും പ്രശസ്തയായ ഒരു വനിത. അങ്ങനെ വളരെയേറെ പേരുകൾ സമ്പാദിച്ച, ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി അജീവനാണ് പ്രയത്നിച്ച ഇന്നിരുന്ന കാലം ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒരു കാരണവശാലും മറക്കാൻ പറ്റാത്ത ജനങ്ങളായിരുന്നു അല്ലെങ്കിൽ കാലഘട്ടമായിരുന്നു. ഇന്ത്യയുടെ പുരോഗതിക്ക് വേണ്ടി അശ്രയം പ്രയത്നിച്ച ഒരു നേതാവെന്ന നിലയിലും ആ നേതാവിന് കിട്ടേണ്ട അർഹമായ പരിഗണന കൊടുക്കാൻ വേണ്ടി ദാരുണമായ കൊലപാതകത്തിലേക്ക്
മാറുകയും നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് എഞ്ചിനീയേഴ്സ് തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ 17 ദിവസമായി തുടരുന്ന അനിശ്ചിതകാല സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അങ്കമാലിയിൽ സെക്ഷൻ ഓഫീസുകളിലും ഡിവിഷൻ ഓഫീസിന് മുന്നിലും പ്രതിഷേധ യോഗം നടത്തി. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന പ്രതിഷേധ യോഗങ്ങളിൽ KT ഷിജു, MG മുരളീധരൻ, U ജിനോഡി, AK അനിൽ, PC അഭിലാഷ്, MV സുരേഷ്, രവീന്ദ്രൻ, തുളസി കൊല്ലം എന്നിവർ സംസാരിച്ചു. ആവശ്യമായ പണം വകയിരുത്തുക, ആവശ്യമായ പണം വകയിരുത്തുക, കുടിശ്ശിക അനുവദിക്കുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക, നിയമനവും പ്രമോഷനവും നൽകി മെച്ചപ്പെട്ട സേവനം ഉറപ്പുവരുത്തുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ഉടൻ നടപ്പിലാക്കുക, കരാർ തൊഴിലാളികളുടെ ബില്ലുകൾക്ക് യഥാസമയം പണം നൽകുക, തൊഴിലാളികൾ ഞങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നത് കണ്ടിട്ടില്ലേ, ഇന്ത്യ നാടിൻ മാതൃകയായി KSEB പൊതുമേഖലയിൽ കരുത്തു നൽകി നിലനിർത്താൻ തൊഴിലാളികളും ഓഫീസർമാരും പെൻഷൻകാരും കരാറുകാരും പോരാട്ടത്തിൻ തീപ്പൊരിയൂതി നിരന്തരമായി പൊരുതുമ്പോൾ നിങ്ങൾക്ക് പ്രതിബന്ധങ്ങൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന, പവന് 880 രൂപയാണ് കൂടിയത്. 89,960 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 110 രൂപയാണ് കൂടിയത്. 11,245 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഒരു ഇടവേളയ്ക്ക് ശേഷം 28-നാണ് സ്വർണ്ണവില ആദ്യമായി 90,000-ൽ താഴെ എത്തിയത്. പിന്നീട് കൂടിയും കുറഞ്ഞും നിന്ന വില വീണ്ടും 90,000-നരികെ എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ പവൻ വിലയിൽ വൻ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഈ മാസം സ്വർണ്ണവിലയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഒക്ടോബർ 3-നായിരുന്നു. അന്ന് 86,560 രൂപയായിരുന്നു വില. 17-ന് രേഖപ്പെടുത്തിയ 97,360 രൂപയാണ് സർവ്വകാല റെക്കോർഡ്. അമേരിക്കയിൽ സാമ്പത്തിക രംഗത്ത് നിലനിൽക്കുന്ന അനിശ്ചിതത്വം അടക്കമുള്ള വിഷയങ്ങളാണ് അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ ഇന്ത്യൻ വിപണിയിലും പ്രതിഫലിക്കുന്നതാണ് വില വർധനയ്ക്ക് കാരണം. കേസന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ. പ്രതികളുടെ കുറ്റസമ്മതം മൊഴി വെളിപ്പെടുത്തരുത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സർക്കുലറെന്നും DGP റാവട ചന്ദ്രശേഖർ വിശദീകരിക്കുന്നു. SHO അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് നിർദ്ദേശം. കഴിഞ്ഞ ബുധനാഴ്ചയാണ് സംസ്ഥാന പോലീസ് മേധാവി സർക്കുലർ ഇറക്കിയത്. സമീപകാലത്തെ ഒരു കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പ്രതി കുറ്റസമ്മതം നടത്തിയതായി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. കുറ്റാരോപിതൻ പറയുന്ന കാര്യങ്ങൾ അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ പുറത്തുവരുന്നത് അന്വേഷണത്തെയും വിചാരണയെയും ബാധിക്കുമെന്നും കോടതി സൂചിപ്പിച്ചിരുന്നു. തുടർന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് മേധാവി അന്വേഷണ വിവരങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് കാണിച്ച് സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളം ശനിയാഴ്ച മുതൽ ലഭിക്കും. DA, DR എന്നിവ 4% കൂട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ പുറത്തിറക്കി. ഒക്ടോബർ മാസത്തെ ശമ്പളത്തിനൊപ്പം കൂട്ടിയ തുക നൽകുമെന്നും ധനവകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങളാണ് ഉത്തരവായി പുറത്തിറക്കിയത്. ജീവനക്കാരുടെ 18% ക്ഷാമബത്ത് ഇതോടെ 22%. പെൻഷൻകാരുടെ DRലും സമാനമായ വർധന ഉണ്ടാകും. ക്ഷേമ പെൻഷനുകളുടെ പുതുക്കിയ നിരക്കുകളും നവംബർ മാസത്തിൽ വിതരണം ചെയ്യും. ക്ഷേമ പെൻഷനുകൾ 2,000 രൂപയാക്കി വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത്. ഇതോടെ ഈ മാസം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓരോരുത്തർക്കും 3,600 രൂപ വീതം ലഭിക്കും. ഇതിനായി 1,764 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. നവംബർ 20 മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. നവംബർ മാസത്തെ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയായ 2,000 രൂപയോടൊപ്പം നിലവിൽ ബാക്കിയുള്ള ഒരു ഗഡു കുടിശ്ശിക 1,600 രൂപയും ചേർത്താണ് 3,600 രൂപ നൽകുന്നത്. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർക്കുകയാണ്. സംസ്ഥാനത്തെ 62 ലക്ഷം ആളുകളിലേക്കാണ് ഈ പെൻഷൻ തുക എത്തുക. 2,000 രൂപയാക്കി വർദ്ധിപ്പിച്ച ക്ഷേമ പെൻഷൻ ഈ മാസം തന്നെ വിതരണം ചെയ്യുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. എല്ലാ വർഷവും നവംബർ 8-9 തീയതികളായി ആഘോഷിക്കുന്ന കേരള കലാമണ്ഡലത്തിന്റെ വാർഷികം, വള്ളത്തോൾ ജയന്തി എന്നിവയോടനുബന്ധിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്കായി കവിതാ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. സ്വന്തമായി രചിച്ച ഒരു കവിത മാത്രമേ അയക്കേണ്ടതുള്ളൂ. വിദ്യാർത്ഥിയുടെ വിലാസം, ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് സഹിതം കേരള കലാമണ്ഡലം, കൽപ്പിത സർവകലാശാല,
ചെറുതുരുത്തി എന്ന വിലാസത്തിൽ നവംബർ 4-നകം അയക്കേണ്ടതാണ്. കവറിന് പുറത്ത് വള്ളത്തും കവിതാരചന മത്സരം എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. മേലൂർ മണപ്പള്ളി ശ്രീധരൻ നിര്യാതനായി 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. LDF ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസ് മാർച്ചും കുറ്റവിചാരണ സദസ്സും സംഘടിപ്പിച്ചു. കൊരട്ടി പഞ്ചായത്തിന് മാതൃകാ പദ്ധതിയായി കൊരട്ടി ശ്രീ ഫുഡ്സ് നാടിന് സമർപ്പിച്ചു. ഫാസ്ടാഗ് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ തിരിച്ചറിയാനുള്ള നോ യുവർ വെഹിക്കിൾ രീതിക്കെതിരെ പരാതി ഉയർന്നതിന് പിന്നാലെ നടപടിക്രമം ലളിതമാക്കി ദേശീയപാത അതോറിറ്റി. മേലൂർ നിർമ്മല കോളേജിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തി. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന. പവന് 880 രൂപയാണ് കൂടിയത്. സർക്കാർ ജീവനക്കാർക്കുള്ള പുതുക്കിയ ശമ്പളം ശനിയാഴ്ച മുതൽ ലഭിക്കും. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും വാഹനങ്ങൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ സീരീസ് ഏർപ്പെടുത്തുന്നതിനുള്ള കരട് വിജ്ഞാപനമായി. കേസ് അന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവിയുടെ സർക്കുലർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.